ഹലോ നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ മൈക്രോ എക്കണോമിക്സിനെ പറ്റി മാക്രോ എക്കണോമിക്സിനെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം. മൈക്രോ എന്ന പദം ഉത്ഭവിച്ചിട്ടുള്ളത് മൈക്രോസ് എന്നൊരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. അത് ആദ്യമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് രഗ്നാർ ഫ്രിസ്റ്റ് ആണ് 1933. പിന്നെ ചെറുത് എന്നാണ് ഈ ഒരു മൈക്രോ എന്നുള്ളതിന് അർത്ഥം വരുന്നത്. പിന്നെ ഈ ഒരു മൈക്രോ എക്കണോമിക്സ് അല്ലെങ്കിൽ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് ചെറിയ സാമ്പത്തിക യൂണിറ്റുകളുടെ പെരുമാറ്റത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു സാമ്പത്തിക ശാസ്ത്രമാണ്. അതായത് ഈ വ്യവസായ യൂണിറ്റുകൾ, കമ്പോളങ്ങൾ, പിന്നെ സമ്പാദ്യം ഉണ്ടാക്കുന്നവർ, ഉപഭോക്താക്കൾ, തൊഴിലാളികൾ, ബിസിനസ് മാനേജർമാർ, ഇവരെല്ലാം ഈ ഒരു സൂക്ഷ്മ സാമ്പത്തിക യൂണിറ്റിലെ സാമ്പത്തിക യൂണിറ്റുകളായിട്ടാണ് വരുന്നത്. ഓക്കെ, അതായത് ഇത് കൂടുതലും ഊന്നൽ കൊടുക്കുന്നത് വ്യക്തിഗത തീരുമാനങ്ങൾ അല്ലെങ്കിൽ വ്യക്തിഗത തീരുമാനങ്ങളിൽ ഊന്നൽ കൊടുക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് മൈക്രോ എക്കണോമിക്സ്. അതായത് ഇപ്പോൾ ഒരു വസ്തു എത്രമാത്രം വാങ്ങണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ആരാണ്? ആ ഉപഭോക്താവാണ് ആ ഒരു കാര്യം തീരുമാനിക്കേണ്ടത്. ആ ഉപഭോക്താവിൻ്റെ പ്രധാനപ്പെട്ട തീരുമാനമാണ് എത്രമാത്രം അത് വാങ്ങിക്കണം എന്നുള്ളത്. അതുപോലെ തന്നെ തൊഴിലാളികളാണെന്നുണ്ടെങ്കിൽ ഏത് തരം ജോലിയാണ് അവർ സ്വീകരിക്കേണ്ടത് എന്നുള്ളത് അവരുടെ തീരുമാനമാണ്. ബിസിനസ്സുകാർ ഇപ്പോൾ ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് എത്രമാത്രം തൊഴിലാളികളെ ആ ഒരു ഉൽപ്പാദനത്തിന് വേണ്ടി വിനിയോഗിക്കേണ്ടത് എന്നുള്ളത് ആ ബിസിനസ്സുകാരുടെ മാത്രം തീരുമാനമാണ്. അതായത് വ്യക്തിഗത തലത്തിലെടുക്കുന്ന ഇത്തരം തീരുമാനങ്ങളെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എങ്ങനെയാണ് ഒരു സമ്പദ് വ്യവസ്ഥയുടെ മൊത്തത്തിലുള്ള പ്രവർത്തനത്തെ നിർണ്ണയിക്കുന്നതെന്നാണ് പഠിക്കുന്നത് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിൽ വിശകലനം ചെയ്യുന്നത്. അതായത് ഇതൊക്കെ വ്യക്തിഗത തീരുമാനങ്ങളാണ്. ഈ ഒരു വ്യക്തിഗത തീരുമാനങ്ങളെ എങ്ങനെയാണ് മൊത്തത്തിലുള്ള സമ്പദ് വ്യവസ്ഥയുടെ പ്രവർത്തനത്തെ നിർണ്ണയിക്കുന്നത് എന്നതാണ് വിശകലനം ചെയ്യുന്നത് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിൽ വിശകലനം ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ഒരു സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം അഥവാ മൈക്രോ എക്കണോമിക്സിൻ്റെ വേറൊരു പേരാണ് പ്രൈസ് തിയറി. അതെന്തുകൊണ്ടാണ് വിളിക്കുന്നതെന്ന് വെച്ചാൽ വിലകൾ ഒരു വ്യക്തിഗത തീരുമാനങ്ങളിൽ നിർണായകമായിട്ടുള്ള സ്വാധീനം ചെലുത്തുന്നതിനാലാണ് ഈ ഒരു സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തെ നമ്മൾ എന്തും കൂടെ പറയുന്നത് പ്രൈസ് തിയറി അഥവാ വില സിദ്ധാന്തം എന്നുകൂടെ വിളിക്കുന്നത്. ഓക്കെ, മൈക്രോ എക്കണോമിക്സിൻ്റെ രണ്ടുപേര് പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻസ്. ഒന്ന് ഗാർട്ട്നർ പറഞ്ഞ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു മൊത്ത ഉൽപ്പാദനത്തെ വ്യവസായങ്ങൾക്കിടയിൽ വ്യത്യസ്ത ഉൽപ്പന്നങ്ങളായിട്ട് എങ്ങനെ വിനിയോഗിക്കുന്നു അല്ലെങ്കിൽ വിഭജിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള പഠനമാണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പരസ്പരം മത്സരിക്കുന്ന രണ്ട് വിഭാഗക്കാർ അവരെങ്ങനെയാണ് ഒരു വിഭവങ്ങൾ വിനിയോഗിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള പഠനമാണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്നാണ് ഗാർട്ട്നർ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ പോൾ സാമുവൽസണിൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു സാമ്പത്തിക ശാസ്ത്രം അതായത് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് കമ്പോള സംവിധാനം എന്നറിയപ്പെടുന്ന സങ്കീർണതകൾ നിറഞ്ഞ സാമ്പത്തിക ബന്ധങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം. ഇതാരാ പറഞ്ഞിട്ടുള്ളത്? പോൾ സാമുവൽസൺ. അതായത് കമ്പോള സംവിധാനം എന്നറിയപ്പെടുന്ന ഈ ഒരു സങ്കീർണതകൾ നിറഞ്ഞ കോംപ്ലിക്കേഷൻസ് നിറഞ്ഞിട്ടുള്ള സാമ്പത്തിക ബന്ധങ്ങളെയാണ് നമ്മൾ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം അഥവാ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്കോപ്പ് ഓഫ് മൈക്രോ എക്കണോമിക്സ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറുത് എന്നാണ് അർത്ഥം വരുന്നത് ഈ ഒരു മൈക്രോ എന്നതിന്. വളരെയധികം ചെറിയ ഭാഗങ്ങൾ അല്ലെങ്കിൽ ചെറുത് ചേർന്നതാണ് നമ്മളൊരു വലുതുണ്ടാവുക അല്ലേ? അപ്പോൾ ഈ ഒരു ചെറിയ ഭാഗങ്ങൾ ചേർന്നതാണ് വലുതെന്ന ഈ ഒരു തിരിച്ചറിവ് നൽകാൻ ഈ ഒരു മൈക്രോ എക്കണോമിക്സിന് വളരെയധികം സാധിച്ചിട്ടുണ്ട്. അതൊരു സ്കോപ്പാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ഇതിന് സഹായിക്കുന്നുണ്ട്. പിന്നെ ദൗർലഭ്യം എന്ന് പറഞ്ഞാൽ ഒരു വസ്തു കിട്ടാതിരിക്കുന്ന അതിൻ്റെ ലഭ്യത കുറവ്, ഇതാണ് ദൗർലഭ്യം. അപ്പോൾ ഒരു ദൗർലഭ്യം നിലനിൽക്കുന്ന സമയത്ത് എങ്ങനെയാണ് വ്യക്തിഗത തലത്തിൽ നമ്മളൊരു സാധനം തിരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ അതെങ്ങനെയാണ് തിരഞ്ഞെടുക്കാൻ കഴിയുന്നതെന്ന് നമ്മൾ പഠിക്കുന്നത്. ഇതിന് ഈ ഒരു സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം നമ്മൾ സഹായിക്കുന്നുണ്ട്. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ദൗർലഭ്യം നിലനിൽക്കുമ്പോൾ ആ ഒരു വ്യക്തിഗത തലത്തിൽ എങ്ങനെയാണ് അത് തിരഞ്ഞെടുക്കുന്നത് എന്ന് പഠിക്കാൻ സഹായിക്കുന്നത്. ഓക്കെ, പിന്നെ പറയുന്ന ഈ ദൗർലഭ്യം ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ തിരഞ്ഞെടുക്കലിൻ്റെ ഒരു ആവശ്യകത ഇല്ല. അതായത് വ്യത്യസ്തങ്ങളായവയിൽ നിന്നാണ് നമ്മൾ തിരഞ്ഞെടുക്കുക.
അതായത് ഏതാണ് ആ ഒരു തിരഞ്ഞെടുപ്പ് വ്യത്യസ്തങ്ങളായവയിൽ നിന്നാണ് നമ്മളൊരു തിരഞ്ഞെടുക്കൽ നടത്തുന്നത്. പിന്നെയുള്ള ഒരു കാര്യം സ്കോപ്പ് എന്ന് പറയുന്നത് വർത്തമാന കാലത്ത്, അതായത് ഈ ഒരു പ്രസൻറ്റ് കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും നേരിടുന്ന സാമൂഹ്യ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ, അത് കൈകാര്യം ചെയ്യുന്നതിൽ ഈ ഒരു സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിന് ഒരു റോളുണ്ട്. അതായത് ഇപ്പോൾ ഈ ഒരു പരിസ്ഥിതി മലിനീകരണം ആവട്ടെ, തൊഴിലിലെ വിവേചനം ആവട്ടെ, ദാരിദ്ര്യം ആവട്ടെ, തൊഴിലാളി സംഘടനകളുടെ വേതനം, പിന്നെ ഈ ഒരു നികുതി, ഊർജ പ്രശ്നങ്ങൾ, ഇതെല്ലാം ഈ ഒരു സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിൽ പെടുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു പഠനം കൂടിയാണ് ഇത് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇതിൽ വ്യക്തിഗത പെരുമാറ്റത്തെക്കുറിച്ചുള്ള പഠനമാണ്. അതുകൊണ്ട് തന്നെ ഒരു വിപണിയിൽ കുറേയധികം വ്യക്തികൾ ചേർന്നതാണ് ഒരു വിപണി. ഒരു വിപണി എന്ന് പറയുമ്പോൾ കുറേയധികം വ്യക്തികൾ ചേർന്നതായതിനാൽ ഈ ഒരു വ്യക്തിഗത പെരുമാറ്റത്തെക്കുറിച്ചുള്ള ഈ ഒരു അറിവ് എന്ന് പറയുന്നത് വിപണിയുടെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള അറിവിന് അല്ലെങ്കിൽ അതിനെപ്പറ്റി മനസ്സിലാക്കാൻ കൂടെ സഹായിക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ ഇതേപോലെ ദശലക്ഷക്കണക്കിന് വ്യക്തികളുടെ തീരുമാനങ്ങൾ ഈ ഒരു മൊത്തം സാമ്പത്തിക വ്യവസ്ഥയെ അല്ലെങ്കിൽ സാമ്പത്തിക പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ രീതികൾ ഈ ഒരു സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിൽ പെടുന്നുണ്ട്. അതായത് ഒരു വ്യക്തി എടുക്കുന്ന തീരുമാനം എന്ന് പറയുന്ന സമ്പദ് വ്യവസ്ഥയെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ദശലക്ഷക്കണക്കിന് വ്യക്തികൾ എടുക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെ പറ്റിയുള്ള പഠനം കൂടിയാണ് ഇതിൽ പെടുന്നത്, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിൽ പെടുന്നത്. ഓക്കെ. അതായത് വ്യക്തിഗത ഉപഭോക്താക്കളുടെ, വ്യവസായ യൂണിറ്റുകളുടെയൊക്കെ തീരുമാനങ്ങൾ ഈ ഒരു സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്ത് ചെയ്യുന്നുണ്ട്, വിശകലനം ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ തൊഴിലാളികൾ ഏത് ജോലി സ്വീകരിക്കണം എന്നുള്ളത്, വ്യവസായ യൂണിറ്റുകൾ എത്രമാത്രം ഉൽപ്പന്നം ഉണ്ടാക്കണം എന്നുള്ളത്, ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളതൊക്കെ ഈ ഒരു മൈക്രോ എക്കണോമിക്സ് അല്ലെങ്കിൽ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ തീരുമാനങ്ങളിൽ പെടുന്നതാണ്. ഇതൊക്കെയാണ് സ്കോപ്പ് ഓഫ് മൈക്രോ എക്കണോമിക്സ് എന്ന് ചോദിക്കുമ്പോൾ പറയേണ്ടത്. ഓക്കെ. മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ തിയറി ഓഫ് ഡിമാൻഡ്, തിയറി ഓഫ് പ്രൊഡക്ഷൻ, വിതരണം, ഡിസ്ട്രിബ്യൂഷൻ, വെൽഫെയർ, ഇതെല്ലാം ഈ ഒരു സ്കോപ്പ് ഓഫ് മൈക്രോ എക്കണോമിക്സിൽ പെടുന്നതാണ്. ഓക്കെ. വീഡിയോ വളരെ ലെങ്തി ആയി പോകുന്നതുകൊണ്ട് ഈ ഒരു സെക്ഷൻ ഞാൻ ഇവിടെ ക്ലോസ് ചെയ്യാണ്. ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്